ഹലോ. ഇപ്പോൾ എല്ലാവർക്കും എപ്പോഴും കൺഫ്യൂഷനുള്ള ഒരു ടോപ്പിക്കാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറയുന്നത്. നമുക്ക് അത്ര ഫെമിലിയർ അല്ല. ബാക്കിയുള്ള കോർപ്പറേഷൻ ടോപ്പിക്സ് വെച്ച് നോക്കുമ്പോൾ പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് നമുക്ക് അത്ര ഫെമിലിയർ അല്ല. കുറച്ച് ബിഗിനേഴ്സായിട്ടുള്ളവരോടാണ് വരുന്നത്. ബാക്കിയുള്ളവർക്കൊക്കെ ആയിരിക്കും, പക്ഷേ ബിഗിനേഴ്സിന് കുറച്ചും കൂടി അത്ര ക്ലാരിറ്റി കിട്ടാത്തൊരു ടോപ്പിക്കായിരിക്കും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി നമുക്കറിയാവുന്ന കാര്യങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അപ്പോൾ ആർ ബി ഐ ആണ് മെയിനായിട്ട് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യണം എന്നുള്ള തീരുമാനം എടുത്തതും അത് ആർ ബി ഐയുടെ മാൻഡേറ്റാണ്. സോ ആർ ബി ഐ മാൻഡേറ്റഡ് ദ റിക്വയർമെൻറ്റ് ഓഫ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. ദിസ് മീൻസ് പറയുന്നത് ബാങ്കിൻ്റെ ലോൺസിൻ്റെ ഒരു പോർഷനാണ് ബാങ്ക്സിൻ്റെ ലോണിൽ നിന്ന് ആണ് നമുക്ക് പ്രയോറിറ്റി സെക്ടേഴ്സ്, അതായത് കുറച്ച് പ്രയോറിറ്റി സെക്ടേഴ്സ് ഉണ്ട് നമ്മളുടെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ. അത് മെയിനായിട്ട് 8 പ്രയോറിറ്റി സെക്ടേഴ്സാണുള്ളത്. 8 ഏതൊക്കെയാണെന്ന് വെച്ചാൽ, ഒന്ന് അഗ്രികൾച്ചറാണ്, ഒന്ന് MSME അതായത് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ്, പിന്നുള്ളത് എക്സ്പോർട്ട് ക്രെഡിറ്റ്, പിന്നെ എഡ്യൂക്കേഷൻ, പിന്നെ ഹൗസിങ്, പിന്നെ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ, ദെൻ റിന്യൂവബിൾ എനർജി, പിന്നെ അതേഴ്സ്. അപ്പോൾ ഈ 8 പ്രയോറിറ്റി സെക്ടേഴ്സ്, ഇതിൻ്റെ കുറച്ച് സബായിട്ടുള്ള സെക്ടേഴ്സും ഉണ്ട്. പക്ഷേ ഈ 8 എണ്ണത്തിലേക്കാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ബാങ്ക് 40% അവരുടെ ലോൺ പോർഷൻ്റെ 14% ആണ് പ്രയോറിറ്റി സെക്ടേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിന് റെക്കമെൻഡ് ചെയ്ത കമ്മിറ്റിയാണ് 1972 വന്ന ഗാഡ്ഗിൽ കമ്മിറ്റി. ഓക്കെ, ഈ പ്രയോറിറ്റി സെക്ടറിൻ്റെ ടാർഗറ്റിനെ പറ്റി റെക്കമെൻഡ് ചെയ്തതാണ് 1980 വന്ന കൃഷ്ണസ്വാമി കമ്മിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അത് 2 കമ്മിറ്റീസ് ഒന്ന് നോക്കുക. ഒന്ന് ഗാഡ്ഗിൽ 1972, 1980 വന്ന കൃഷ്ണസ്വാമി കമ്മിറ്റി. ഓക്കെ, അപ്പോൾ ഈ 40% ആണ് ഈ 8 എണ്ണത്തിലായിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിലിപ്പോൾ ബാങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്. എന്തൊക്കെ ടൈപ്പ് ബാങ്ക്സ് ഉള്ളത്? കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട് നമുക്ക്, പിന്നെ ഫോറിൻ ബാങ്ക്സ്, പിന്നെ RRBs. അപ്പോൾ RRB എന്ന് പറയുമ്പോൾ നമുക്ക് പേരിൽ തന്നെ അറിയാം, റൂറൽ ബാങ്കാണ്. അപ്പോൾ റൂറൽ ബാങ്ക് എന്ന് പറയുമ്പോൾ ഇതൊക്കെ റൂറലിൽ പെടുന്നതല്ലേ, അഗ്രികൾച്ചർ, MSME. അപ്പോൾ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുക RRBs തന്നെയായിരിക്കും ഈ കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെയും ഫോറിൻ ബാങ്ക്സിനെയും വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ RRB 75%ഓളം ഈ സെക്ടേഴ്സ്, പ്രയോറിറ്റി സെക്ടേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യണം. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് 40 തന്നെയാണ്, ഫോറിൻ ബാങ്ക്സും 40 തന്നെയാണ്. ഈ ഫോറിൻ ബാങ്ക്സിൽ പക്ഷേ കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് 32% എക്സ്പോർട്ട് ക്രെഡിറ്റിലേക്കും, പിന്നീട് ബാക്കി എക്സ്പോർട്ട് ക്രെഡിറ്റ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, അതായത് എക്സ്പോർട്ട് ക്രെഡിറ്റ് അല്ല, ഫോറിൻ ബാങ്ക്സ് 20 ബ്രാഞ്ചസിൽ താഴെയുള്ള ബാങ്ക്സ്, അവരിൽ 40%, ഏതാണോ കൂടുതൽ 40% എന്ന് വെച്ചാൽ പറയാം. ഒന്ന് അഡ്ജസ്റ്റഡ് നെറ്റ് പ്രോഫിറ്റ് ഉണ്ട്, അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റും, പിന്നെ ക്രെഡിറ്റ് ഈക്വലൻറ്റ് ഓഫ് ബാലൻസ് ഷീറ്റ് എക്സ്പോഷർ. അങ്ങനെ 2 ടൈപ്സാണുള്ളത്. ഈ അഡ്ജസ്റ്റഡ് നെറ്റ് ബാങ്ക് ക്രെഡിറ്റ് എന്ന് വെച്ചാൽ ബാങ്കിൻ്റെ ലോണും, COB എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ലോൺ തന്നെ പല ടൈപ്പിലുണ്ടാവുമല്ലോ, ലെറ്റർ ഓഫ് ക്രെഡിറ്റ്, അങ്ങനെയുള്ള ഐറ്റംസിലുള്ളതാണ് ഈ COB. ഇതിലേതാണോ ഹയർ ആയിട്ടുള്ളത് അതാണ് ഈ ഫോറിൻ ബാങ്ക്സ്. അത് ഫോറിൻ ബാങ്ക്സ് 20 ബ്രാഞ്ച് കുറവുള്ള ഫോറിൻ ബാങ്ക്സ് എന്ത് ചെയ്യണം? എത്രയാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്? 40% ആണ്. ഏതിൻ്റെയാണ് 40%? COB, അതായത് ലെറ്റർ ഓഫ് ക്രെഡിറ്റ് പോലെയുള്ള ലോൺ ടൈപ്സ് ഓഫ് ലോൺസ്, പ്രൊഡക്റ്റ് പോലെയുള്ള ലോൺസോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള ലോൺസ് തന്നെ, ബാങ്കിൻ്റെ ലോൺസ്, അത് ഏതാണോ ഹയർ അതാണ് കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. ഓക്കെ, പിന്നീട് നോക്കുന്നതെന്ന് വെച്ചാൽ അതിൽ തന്നെ ഈ 32% ഫോറിൻ എക്സ്ചേഞ്ചിൽ 32% നമ്മൾ എക്സ്പോർട്സിലേക്കും കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതുണ്ട്. ബാക്കി 8% ആണ് ബാക്കിയുള്ളതിലേക്ക് കൊടുക്കുക. ഓക്കെ, നമുക്കൊന്നുകൂടി ക്ലിയർ ആവണമെങ്കിൽ ഇതിൻ്റെ പെർസെൻറ്റേജസ് നമുക്കൊന്ന് നോക്കണം. ഓരോ ഈ 8 എണ്ണത്തിൽ എങ്ങനെയാണ് ഇത് ഡിവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? ഡൊമസ്റ്റിക് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എത്രയാണ്, ഫോറിൻ ബാങ്ക്സ് എത്രയാണ്, RRB എത്രയാണ്, അത് നമുക്ക് അടുത്തതിൽ നോക്കാം.